ഗുണം എന്താണെന്നറിയാമോ? നീ വടി കൊണ്ടാ വന്നത് തിരിച്ച് 2 കൂട്ടമായിട്ട് ചെല്ലും. ഹല്ലേലൂയ. രണ്ട് കൂട്ടമായിട്ട്. എവിടൊക്കെയാ മുടന്ത് വീഴണ്ടേ? ചിന്തിച്ചേ, ഓരോരുത്തരും ചിന്തിച്ചേ. എൻ്റെ ഏത് സ്വഭാവത്തിന് മുടന്ത് വീഴണം? മുടന്ത് വീഴേണ്ട സ്വഭാവമൊക്കെ മനസ്സിലൊന്ന് എഴുതിയിട്ടെ. ഇന്ന് മുടന്ത് വീഴണം. ഇല്ലെങ്കിൽ നീ വടിയായിട്ട് തന്നെ തിരിച്ചു പോകും. വടിയും കൊണ്ട് വന്ന് നീ വടിയും കൊണ്ട് തിരിച്ചു പോകത്തുള്ളൂ. പക്ഷേ ഇന്ന് നിന്റെ ചില സ്വഭാവങ്ങൾക്ക് മുടന്ത് വീഴുവാൻ ദൈവത്തെ അനുവദിക്കുമെങ്കിൽ നീ കടന്നു വരുന്നത് ഒരു വടിയായിട്ടാണെങ്കിൽ നീ 2 കൂട്ടമായിട്ട് തിരിച്ചു പോകും. ഹല്ലേലൂയ. യാക്കോബിന്റെ സ്വയ പ്രയത്നത്തിലുള്ള ആശ്രയത്തെ, അല്ലെങ്കിൽ സ്വയമായിട്ട് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയുമെന്നുള്ള ചിന്താഗതിയെ ദൈവം ഇന്ന് മാറ്റി. അതുകൊണ്ട് വായിക്കാം 26-ാം വാക്യം. ഉൽപ്പത്തി 32-ാം അധ്യായം 26-ാം വാക്യം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്നവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. നോക്കണം, ഇവിടെ ദൂതൻ പറഞ്ഞു എന്നെ വിട്, ഞാൻ പോകട്ടെ പറഞ്ഞു. അങ്ങനെ പാനൊക്കത്തില്ല, അങ്ങനെ പാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴൊക്കെ ഒരു ഗുസ്തി ഉണ്ടാക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ചേട്ടനാന്നേലും ചിലതൊക്കെ അടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ. ദൂതനോടും പറഞ്ഞു അങ്ങനെ നിന്നെ ഞാൻ വിടത്തില്ല. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടത്തില്ല. നോക്കണം, അവൻ്റെ ആ ഇൻസൈറ്റ് എന്ത് ഡെപ്തിലാന്ന് നോക്കിയാൽ യാക്കോബിൻ്റെ. നമ്മളാണ് പറഞ്ഞേനെ, ഞാനിപ്പോൾ ആണ്ട് നാട്ടിലോട്ട് പോവുക, ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒരു കൊട്ടാരം ഉണ്ടാവട്ടെ. നീ പറ, ദൂതനോട് പറഞ്ഞേനെ, നീ പറ, നീ പറഞ്ഞ അവിടെ ഉണ്ടാവും, പറ എനിക്ക് അവിടെ ഒരു കൊട്ടാരം ഉണ്ടാവട്ടെ. സി യാക്കോബ് അതൊന്നും പറഞ്ഞില്ല. യാക്കോബ് പറഞ്ഞത് ഇതേ ഉള്ളൂ. ഹല്ലേലൂയ. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. നോക്കണം ആ ഇൻസൈറ്റ്. ഹല്ലേലൂയ. നമ്മൾ ഈ യാക്കോബിനെ പലപ്പോഴും കൗശലക്കാരൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴും യാക്കോബിൻ്റെ മക്കളാണ് നമ്മളെന്ന് പറയുവാൻ യാക്കോബിന് ലജ്ജയാണ്. കാരണം യവന്മാരുടെ എങ്ങും തലയിൽ ഒന്നുമില്ല, എവന്റെ എങ്ങും തലയിൽ ഒന്നുമില്ല. പക്ഷെ യാക്കോബ് കൊട്ടാരം ഉണ്ടാവാൻ വേണ്ടി കൽപ്പിക്കാൻ യോഗ്യതയുള്ള ദൂതനോട് പറഞ്ഞത് കൊട്ടാരവും ബെൻസുകാരും ഒന്നും അല്ലായിരുന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഹല്ലേലൂയ. വായിക്കാം 27. ഉൽപ്പത്തി 32-ാം അധ്യായം 27. നിന്റെ പേർ എന്ത് എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. മതി. ദൂതൻ അപ്പം ചോദിച്ചു, ശരി ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, പക്ഷേ നിന്നെ അനുഗ്രഹിക്കുന്നതിന് തടസ്സമായിട്ടൊരു വിഷയമുണ്ട്. യാക്കോബ് വായിച്ചേ 28. 32-ാം അധ്യായം 28-ാം വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചു ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചത് കൊണ്ട് നിന്റെ പേർ ഇനി മുതൽ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നത്രേ. യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം ഒരു വടിയായിട്ട് യബ്ബോക്കിന് അപ്പുറത്ത് പോയ യാക്കോബ്, യബ്ബോക്ക് തിരിച്ചു കടക്കുന്നത് ഒരു 2 വലിയ കൂട്ടങ്ങളായിട്ടാണ്. യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു എങ്കിലും ഹല്ലേലൂയ, അവൻ ഏതൊക്കെ മേഖലയിൽ തെറ്റിപ്പോയോ അവിടെല്ലാം തിരിച്ച് കൊണ്ടുവരുവാൻ ദൈവം ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് നമ്മൾ കാണുന്നത്. അവൻ പേര് മാറ്റി പറഞ്ഞുവെങ്കിൽ അവനെ കൊണ്ട് വാസ്തവമായ പേര് പറയിച്ച് യബ്ബോക്ക് കടത്തുന്നു. ഹല്ലേലൂയ. അവൻ എന്നെ കൊണ്ട് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയും എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റി ദൈവം യബ്ബോക്ക് കടത്തുന്നു. ഹല്ലേലൂയ. അവൻ്റെ സ്വന്തം പ്രയത്നത്തിൽ അവൻ വളരെയധികം അഭിമാനിച്ചിരുന്നെങ്കിൽ അവനെ ഇനി അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം മുടന്തനാക്കി തിരിച്ച് ദൈവം യബ്ബോക്കിൻ്റെ കടത്തുന്നു. ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഒരു വടിയായിട്ട് പോകുന്ന നമ്മളെ ദൈവമാണ് അനുഗ്രഹിക്കുന്നെങ്കിൽ അവിടെ നിന്റെ ശക്തിയോ ബലമോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും ശക്തിയില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നത്, ബലമില്ലാത്തതിനെ തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ.
ദൈവത്തോട് പറ, കർത്താവേ, എന്നെ ഇന്ന സ്വഭാവങ്ങൾ എനിക്ക് ഒരു വലിയ പ്രശ്നമായിരിക്കുക, അവിടെ എല്ലാം എനിക്കൊരു മുടന്ത് വേണം. ഇന്ന സ്വഭാവങ്ങൾ എന്നെ നീ അനുഗ്രഹിക്കുന്നതിന് തടസ്സമായി നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുക, എനിക്കൊരു മുടന്ത് വേണം. എബ്ബോക്ക് എനിക്ക് കടക്കുന്നതിന് മുമ്പ് നീ ആ മേഖലയിലെല്ലാം എന്നെ ഒന്ന് മുടന്തനാക്കിക്കട്ടെ. ഇന്ന് യാക്കോബിനെ അനുഗ്രഹിച്ച ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യാക്കോബിന് ദൈവത്തെക്കുറിച്ചൊരു ഭയമുണ്ടായിരുന്നു. ഈ ദൈവത്തെക്കുറിച്ചൊരു ഭീതി ഉണ്ടായിരുന്നു. ഈ നാളുകളിൽ ഈ ദൈവത്തെ ഭയപ്പെടാൻ നമുക്കൊന്ന് പഠിക്കാമോ? നമ്മുടെ മക്കളെ അതിനായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എങ്കിൽ ഈ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ അയച്ച എല്ലാ പ്രതികരണങ്ങൾക്കും ഈ സമയത്ത് നന്ദി അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. Find rest, my in Christ alone. Know His power in quietness and trust. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will be still and know you are God. When the oceans rise and thunders roar, I will soar with you above the storm. Father, you are King over the flood. I will